പുറത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഷൂ റാക്കിൽ ഷൂ വെച്ചതിന് ശേഷം വിശാലമായ കോമ്പൗണ്ടിലേക്ക് ഈ വഴിയിലൂടെ ഞാൻ പ്രവേശിച്ചു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 16-ാം നൂറ്റാണ്ടിൽ പണിത ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇതൊരു പുളിമരമാണ്. ഈ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു ഈ മരത്തെ കണ്ടിട്ട്. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടത്തിലേക്ക് ഞാനും മറ്റുള്ളവരോടൊപ്പം പ്രവേശിച്ചു. ആ കാണുന്നതാണ് ശ്രീകോവിലിലേക്കുള്ള കവാടം. ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീരഭദ്ര സ്വാമി ക്ഷേത്രമാണ് ഇത്. ശിവൻ്റെ ഉഗ്രരൂപമായ വീരഭദ്രനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. എങ്ങും മനോഹരങ്ങളായ വാസ്തുവിദ്യകൾ നമുക്കിവിടെ കാണാം. ക്ഷേത്രത്തിലെ ഈ മനോഹരമായ വാസ്തുവിദ്യകൾ കണ്ടുകൊണ്ട് ഞാൻ നടക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യാ സവിശേഷതകൾ വിജയനഗര ശൈലിയിലാണ് ഉള്ളത്. ലേപാക്ഷി പട്ടണത്തിൻ്റെ തെക്ക് വശത്തായി ഒരു വലിയ കരിങ്കൽ പാറയുടെ മുകളിലായിട്ടാണ് വീരഭദ്ര സ്വാമി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ മിക്കവാറും എല്ലാ ഉപരിതലത്തിലും കൊത്തുപണികളും ചിത്രങ്ങളും ഉണ്ട്. ഇത് ക്ഷേത്രത്തിന് ചുറ്റും നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു നിർമ്മിതിയാണ്. ഈ നിർമ്മിതികളിലെല്ലാം മനോഹരങ്ങളായ കൊത്തുപണികൾ കൂടിയ ധാരാളം തൂണുകൾ നമുക്ക് കാണാം. ഈ തൂണുകളെല്ലാം കരിങ്കല്ലിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് വിശാലമായി പണിതിട്ടിരിക്കുന്ന ആ മണ്ഡപത്തിലൂടെ ഞാൻ നടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം ഓരോ തൂണിലും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രാമൻ്റെയും കൃഷ്ണൻ്റെയും രൂപങ്ങൾ ഇവിടെ കാണുന്ന ഓരോ തൂണിലും വളരെ മനോഹരമായി കൊത്തിവച്ചിരിക്കുന്നത് കാണാം. ആ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട്, ആ നിർമ്മിതിയിലെ സൂക്ഷ്മത കണ്ടുകൊണ്ട് ഞാൻ ഇതിലൂടെ നടക്കുകയാണ്. അവിടെ നമുക്ക് കാണാം ഏതോ കാരണത്താൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഈ കരിങ്കൽ തൂണുകളെ ഓരോന്നിനെയും നോക്കുമ്പോൾ നമുക്ക് കാണാം വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ കൃത്യതയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ധാരാളം ശില്പങ്ങൾ. ബംഗളൂരിൽ നിന്ന് 140 കിലോമീറ്റർ അകലെയായി കർണാടക ആന്ധ്രാപ്രദേശ് അതിർത്തിയിലായി നാഷണൽ ഹൈവേ 7-ൽ നിന്ന് 16 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ വീരഭദ്ര സ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കർണാടക സംസ്ഥാനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ പല സ്ഥലത്തും കന്നഡ ലിഖിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പഴയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നായി വീരഭദ്രസ്വാമി ടെമ്പിളിനെ കണക്കാക്കി പോരുന്നു. ഇവിടെ നമുക്ക് കാണാം വലിയൊരു കൽമണ്ഡപം. ആ കൽമണ്ഡപത്തിൻ്റെ കീഴെ ഹനുമാൻ്റെ രൂപം കൊത്തിവച്ചിരിക്കുന്നത് കാണാം കല്ലിൽ. ഇപ്പോൾ ഈ ക്ഷേത്രം ദേശീയ പ്രാധാന്യമുള്ള കേന്ദ്ര സംരക്ഷിത സ്മാരകങ്ങളിലൊന്നായിട്ടാണ് കണക്കാക്കി പോരുന്നത്. ആ കാണുന്നത് നൂറ്റാണ്ടുകളിൽ പഴക്കമുള്ള ഒരു ചെമ്പകമരമാണ്. ആ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ധാരാളം ആൾക്കാരാണ് ഫോട്ടോ എടുക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം ആ വലിയ കൽമണ്ഡപം. ഇതും ക്ഷേത്ര ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതാണ് ക്ഷേത്രത്തിലെ കൊടിമരം. ആ കൊടിമരത്തിനോട് ചേർന്ന് പഴയ കാലത്തുള്ള ഒരു കൊടിമരത്തിൻ്റെ അവശിഷ്ടവും നമുക്ക് കാണാം. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം. ഈ കവാടത്തിൽ തന്നെ നമുക്ക് കാണാം വളരെ ചെറിയ ധാരാളം മനോഹരങ്ങളായ ശില്പങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൊത്തിവച്ചിരിക്കുന്നത്.
ക്ഷേത്രത്തിലെ പ്രവേശന കവാടത്തിലുള്ള തൂണുകളിലും മനോഹരങ്ങളായ ശില്പങ്ങളാണ് കരിങ്കല്ലിൽ കൊത്തിയിരിക്കുന്നത്. വളരെയധികം പടിക്കെട്ടുകൾ കയറി വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിനുള്ളിലെ തൂണുകളിൽ ധാരാളം മനോഹരങ്ങളായ ദേവീ ദേവന്മാരുടെ ശില്പങ്ങളാണ് കൊത്തിവച്ചിരിക്കുന്നത്. അതോടൊപ്പം സീലിംഗിലും ധാരാളം പെയിൻറ്റിങ്ങുകളും നമുക്ക് കാണാം. വിജയനഗര വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്ഷേത്രം പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്നത്. ആ കാണുന്നതാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. അവിടെ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ അനുമതിയില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തെത്തി. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാം മനോഹരമായ കൊത്തുപണികളാൽ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന തൂണുകളുടെ ഒരു നിര തന്നെ. ഓരോ തൂണിലും വ്യത്യസ്തങ്ങളായ ശില്പങ്ങളാണ് കൊത്തിവച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം വീണ്ടും പുറത്തിറങ്ങി മറ്റൊരു ഭാഗത്തേക്ക് പോകുകയാണ്. ആദ്യം കണ്ട ചെമ്പക മരത്തിൻ്റെ സമീപത്തുകൂടെ ഇവിടെ പാറയിൽ ഇതുപോലെയുള്ള ധാരാളം കുഴികളും കടന്ന് മറ്റൊരു കവാടത്തിലൂടെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശത്തെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര. ഇവിടെ ഒരു ശിവലിംഗവും നമുക്ക് കാണാം. വീണ്ടും പടിക്കെട്ടുകൾ കയറി ചെല്ലുന്നത് ക്ഷേത്രത്തിലെ ഹോമങ്ങൾ ചെയ്യുന്ന ഹോമകുണ്ഡത്തിൻ്റെ സമീപത്തേക്കാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം പാതി വഴിയിൽ നിർമ്മാണം നിലച്ചു പോയ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. ഇത് പണ്ട് കാലം മുതൽക്ക് തന്നെ ഈ ക്ഷേത്ര പരിസരത്തുള്ള ഒരു തുളസിത്തറയെന്ന് തോന്നുന്നു. ഇനി ഞാൻ പോകുന്നത് പാതി വഴിയിൽ നിർമ്മാണം നിലച്ചു പോയ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയായിരുന്നു ഈ ക്ഷേത്രം പണിത് ഉയർത്താൻ പോകുന്നത് എന്ന്. ഇവിടെ കാണുന്ന ഓരോ തൂണിലും മനോഹരങ്ങളായ ശില്പങ്ങൾ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടക സ്വദേശിയായ പെനുകൊണ്ടയിൽ അച്യുതദേവരായ രാജാവിൻ്റെ ഭരണകാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഗവർണർമാരായിരുന്ന വിരവണ്ണ നായകിയും വീരണ്ണയും ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ്. അവരുടെ കാലത്താണ് AD 1530 മുതൽ 1542 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇതാ വലിയൊരു പാറയിൽ ഗണപതിയുടെ ശില്പം കൊത്തിവച്ചിരിക്കുന്നത്. ഈ നീളമേറെ കൽമണ്ഡപത്തിലൂടെ നടക്കുമ്പോൾ കാണാം പാറയിൽ വേറെയും ശില്പങ്ങൾ കൊത്തിവച്ചിരിക്കുന്നത്. ഇതാ മറ്റൊരു ശില്പം, പാറയിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന വലിയൊരു സർപ്പത്തിൻ്റെ ശില്പം. ഇനിയും പണി പൂർത്തിയാക്കാനുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗം വിശാലമായൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലേപാക്ഷി എന്ന ഗ്രാമത്തിലെ ഉയർന്ന ഒരു പാറയുടെ മുകളിൽ ആധുനികമായ യാതൊരു സാങ്കേതികവിദ്യയും ഇല്ലായിരുന്ന 16-ാം നൂറ്റാണ്ടിൽ വലിയ കരിങ്കൽ പാളികൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വലിയൊരു ക്ഷേത്രം എങ്ങനെ നിർമ്മിച്ചുവെന്ന് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. ചരിത്രത്തിലെ നിരവധിയായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ക്ഷേത്രം ഇപ്പോഴും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്.
ക്ഷേത്രത്തിലെ വലിയ കവാടവും കടന്ന് പുറത്തേക്ക്. ആ കാണുന്നതാണ് ലേപാക്ഷിയിലെ നഗരം. ലേപാക്ഷിയിലെ വീരഭദ്രസ്വാമി ടെമ്പിൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലായതുകൊണ്ട് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രം വളരെ സംക്ഷിപ്ത രൂപത്തിൽ 3 ഭാഷകളിലായി ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും കന്നഡയിലുമായി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രവും എന്നുള്ളതുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും വളരെ മനോഹരമായി പരിപാലിക്കപ്പെട്ടു പോരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ഫീയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മനോഹരമായ സ്ഥലത്ത് വൃത്തിയായിട്ടുള്ള ശുചിമുറികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മനോഹരങ്ങളായ പരിസര പ്രദേശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാൻ വേണ്ടി ഇവിടെ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലേപാക്ഷിയിലെ മനോഹരവും വിശാലവുമായ ഒരു കുന്നിൻ മുകളിൽ വിശാലമായി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു ക്ഷേത്രമാണ് വീരഭദ്രസ്വാമി ക്ഷേത്രം. ഇത് ക്ഷേത്രത്തിലെ മറ്റൊരു ദിശയിലേക്കുള്ള കവാടമാണ്. ഈ കവാടം പ്രത്യേക അവസരത്തിൽ മാത്രമാണ് തുറക്കാറുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി കാണാൻ പോകുന്നത്, അങ്ങ് ദൂരെ താഴെ കാണുന്നത് ക്ഷേത്രക്കുളമാണ്. ഈ കുളത്തിൽ നിന്നാണ് ക്ഷേത്രത്തിന് ആവശ്യമായ ജലം എടുത്തിരുന്നത്. ആ ക്ഷേത്രക്കുളം വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു. കൽപ്പടവും ഒക്കെ നമുക്കവിടെ കാണാം. ഇനി ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും യാതൊന്നുമില്ല കാണാൻ എന്ന വിശ്വാസത്തോടെ മനോഹരമായ സ്ഥലത്തിലൂടെ ഒരുക്കിയിട്ടിരിക്കുന്ന നടപ്പാതയിലൂടെ പുറത്തേക്ക് പോകുകയാണ്. പാതയ്ക്ക് ഇരുവശവും ഒരുക്കിയിട്ടുള്ള മനോഹരമായ ലാൻഡ്സ്കേപ്പും കണ്ടുകൊണ്ട് Thank you for watching.